ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതി വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവിൻ്റെ ഓർമ്മദിനം പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് കൊണ്ടാടുന്നു. നിസ്തുലനായ ഈ വേദപാരംഗതന്റെ വാഗ്മിത്വത്തെ പരിഗണിച്ചുകൊണ്ട് സ്വർണ്ണ ജിഹ്വ എന്നർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ദൈവഭക്തിയും ധീരതയും വാഗ്വിലാസത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ്. സിറിയയിലെ സൈന്യാധിപനായ സെക്കുന്തൂസിന്റെ ഏകപുത്രനാണ് ജോൺ. അമ്മ അസൂന്തയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ പിതാവായ സെക്കുന്തൂസ് മരിച്ചെങ്കിലും ആ ഭക്ത സ്ത്രീ രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതേയില്ല. യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരിപരുത്ത വസ്ത്രമാണ്. ദിനം പ്രതി ഉപവസിച്ചുകൊണ്ടുവരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും തന്റെ സമയത്തിന്റെ അധിക പങ്കും ചെലവഴിച്ചു പോന്നു. 26 വയസ്സായപ്പോഴത്തേക്കും പൗരോഹിത്യത്തെപ്പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. 30-ാമത്തെ വയസ്സിൽ ജോൺ അന്ത്യോക്യയ്ക്കടുത്തുള്ള വനാന്തരത്തിലേക്ക് താമസം മാറ്റി. പ്രഭാതം മുഴുവനും പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ചെലവഴിച്ചു. AD 386 കോൺസ്റ്റന്റിനോപ്പിളിലെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. ബിഷപ്പ് ജോണിന്റെ പ്രസംഗം ഒരുപാട് അത്ഭുതകരമായ ഫലം സമ്മാനിക്കുന്നതായിരുന്നു. അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുർബാനയെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നുവെന്ന് വിശുദ്ധ നീലു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം സംപ്രീതനായിരുന്നുവെങ്കിലും തിന്മകളുടെ ഭർസനം ധാരാളം ശത്രുക്കളെ ഉളവാക്കി. AD 403 ബിഷപ്പ് ജോൺ ആദ്യമായി നാട് കടത്തപ്പെട്ടുവെങ്കിലും താമസിയാതെ മടക്കി വിളിക്കപ്പെട്ടു. അലക്സാണ്ട്രിയയിലെ ആർച്ച് ബിഷപ്പ് തെയോഫിലോസിനും എവുഡോസ്കിയ ചക്രവർത്തിക്കുമെതിരായി ബിഷപ്പ് ജോൺ ചെയ്ത അഴിമതി ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചു. 2 പ്രാവശ്യം അവർ ബിഷപ്പ് ജോണിനെ നാട് കടത്തിച്ചു. AD 407 വിപ്രവാസത്തിൽ തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. 400 നാഴിക ദൂരെ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടത്. അവിടെ ചിലപ്പോൾ അർദ്ധപട്ടിണിയായിരുന്നു, ചിലപ്പോൾ തണുപ്പ് സഹിക്കേണ്ടിയും വന്നു. യാത്രയിൽ അദ്ദേഹത്തിന്റെ രോഗം വർദ്ധിച്ചു. അതിനിടയ്ക്ക് മുഷിഞ്ഞുപോയ വസ്ത്രം മാറി വെള്ള വസ്ത്രം അണിഞ്ഞു. തിരുപ്പാഥയം സ്വീകരിച്ചു. സകലത്തിനും ദൈവത്തിന് സ്തുതി എന്ന് പതിവായി ചൊല്ലാറുള്ള വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ ആത്മാവിനെ അദ്ദേഹം ഈശോയിലേക്ക് സമർപ്പിച്ചു. പൗരസ്ത്യ സഭയിലെ 4 മഹാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ ക്രിസോസ്റ്റം. സ്നേഹമുള്ളവരെ, ആധ്യാത്മിക സ്നേഹത്താൽ എരിയുന്നവർ ഭൂമിയിൽ അമൂല്യമായവയെ ശൂന്യമായി ഗണിക്കുന്നു. ഈശോ മിശിഹായോടുള്ള സ്നേഹത്താൽ എരിയുന്നവർക്ക് ഈ ഭാഷ മനസ്സിലാവുകയുള്ളൂ. നമുക്കും നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.